ഇവിടെ എല്ലാവരും ക്രിസ്മസിന്റെ തയ്യാറെടുപ്പിലാണ് കേട്ടോ. പപ്പുക്കുട്ടിക്ക് ഭയങ്കര ഉഷാറാണ് നാട്ടിൽ വന്നിട്ട് ക്രിസ്മസ് ട്രീ ആക്കാൻ വേണ്ടി. പപ്പുക്കുട്ടീനെ എന്നാ പിന്നെ മേത്ര ബസാർ ഒന്ന് കാണിച്ചു കൊടുക്കാന്ന് വിചാരിച്ചു. കൊച്ചി ദുബായിലെ ക്രിസ്മസ് മാർക്കറ്റ് ഒക്കെ കണ്ടിട്ടുള്ളൂ. ശരിക്കുള്ള ക്രിസ്മസ് മാർക്കറ്റ് കാണണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ബ്രോഡ്വേയില് മേത്ര ബസാറിലേക്ക് വരണം. ഞാൻ തന്നെ മേത്ര ബസാറിൽ ഇത് ആദ്യമായിട്ടാണ് വരണേ. അടിപൊളിയാണേ. ആ ഒരു ക്രിസ്മസ് വൈബും തിരക്കൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഇങ്ങോട്ടേക്ക് വരാം. ഈ ക്രിസ്മസ് വൈബ് എന്ന് പറഞ്ഞ സംഭവമില്ലേ, കൊട്ടും പാട്ടും ബഹളവും അതൊക്കെ അതിൻ്റെ ഉള്ളുണ്ടേ. ശരിക്കും ഞാൻ എൻജോയ് ചെയ്തു, ബബ്ബുക്കുട്ടിയും എൻജോയ് ചെയ്തിട്ടോ. അവൾ ആദ്യമായിട്ടാണ് അങ്ങനെയൊക്കെ കാണുന്നത്. അപ്പോൾ ദേ പറഞ്ഞു വന്ന് അവിടെ നിന്നും കുറച്ച് സാധനങ്ങളൊക്കെ എടുത്ത് നമ്മുടെ ക്രിസ്മസ് ട്രീയുടെ പരിപാടിയൊക്കെ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. രാത്രി പരിപാടിയാണ് കേട്ടോ അത്. ദേ പുൽക്കൂട്ടിലേക്കുള്ള വഴിയൊരുക്കാൻ കല്ല് വറക്കുകയാണ് ഇവിടെ അച്ഛമ്മയും മോളും. കൊച്ചിനെന്തോ നാട്ടിലെ ക്രിസ്മസ് വൈബ് ശരിക്കും അങ്ങോട്ട് ബോധിച്ചിട്ടുണ്ട്. ക്രിസ്മസിന് ഇനി എപ്പോഴും നാട്ടിൽ വരണമെന്നൊക്കെയാണ് കേട്ടോ പറയണേ. ദേ പുൽക്കൂട് സെറ്റായി. പുൽക്കൂട്ടിലെ ആളുകളെ കുറിച്ചിട്ടാണ് കേട്ടോ ഇവിടെ സംസാരിക്കും. പുൽക്കൂടും ക്രിസ്മസ് ഡേ കളിക്കുന്നേക്കാളും ഞാൻ ശരിക്കും എൻജോയ് ചെയ്ത് അവളുടെ ഓരോ കഥകളാണ് കേട്ടോ. അതിൻ്റെ ഉള്ളിൽ ഒരിടയനാന്ന് തോന്നുന്നു കേട്ടോ. കയ്യിൽ കുപ്പിയൊക്കെ പിടിച്ചിരിക്കുന്നുണ്ടേ. അയാളാണത്രേ ഈ ഉണ്ണിയേശുവിനെ കാണാൻ വരുന്ന ഗസ്റ്റിനൊക്കെ വെള്ളം സെർവ് ചെയ്യുന്ന ആള്. അതേപോലെ ടിക്കറ്റ് കൊടുക്കുന്ന ആളുടെ കയ്യിൽ ഇതേ ബാഗുണ്ട്. കണ്ടോ? ഇങ്ങനെ എത്ര കഥകളാന്നറിയോ.